മറ്റു വാർത്തകളിലേക്കാണ് ഇനി. കോഴിക്കോട് സ്കൂട്ടർ യാത്രികരായ യുവതിയെയും മകളെയും ഇടിച്ചു വീഴ്ത്തി മാല പൊട്ടിക്കാൻ ശ്രമം. ബൈക്കിലെത്തിയ യുവാവാണ് ആക്രമണം നടത്തിയത്. നമുക്ക് ആദ്യം ആ CCTV ദൃശ്യങ്ങളൊന്ന് കാണാം. ഒരു യുവാവ് ബൈക്കിൽ വരുന്നത് നമുക്ക് കാണാം. അതായത് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന CCTV ദൃശ്യം, ഈ പ്രതിയുടെ CCTV ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായത്. അക്രമത്തിൻ്റെതല്ല, ഇയാൾക്കായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. രാഹുൽ KV വിവരങ്ങളുമായിട്ടുണ്ട്. രാഹുൽ, CCTVയിൽ വളരെ വ്യക്തമാണ്, കാഴ്ചയിൽ വ്യക്തമാണ്. ഇത് കോഴിക്കോട് എവിടെയാണ് ഈ സംഭവം ഉണ്ടായത്? പ്രതിക്കായിട്ടുള്ള തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പക്ഷേ നിലവിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചു വരുന്നത്. പക്ഷെ ആളെ തിരിച്ചറിയാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. പന്തിരങ്കാവ് മണക്കടവിൽ വെച്ചാണ്. ഒരു അമ്മയും മകളും സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ബൈക്കിൽ വന്ന ഈ യുവാവ് അവരെ ഇടിച്ചു വീഴ്ത്തുകയാണ് ഉണ്ടായത്. ഇടിച്ചു വീഴ്ത്തി പിന്നീട് ഈ കഴുത്തിൽ ഈ അമ്മ അണിഞ്ഞിരുന്ന മാല പൊട്ടിച്ചു കൊണ്ടുപോകാനായിരുന്നു ശ്രമം. മണക്കടവ് സ്വദേശി പ്രസീതയും മകൾ ദിയയുമാണ് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നത്. പ്രസീതയുടെ കഴുത്തിൽ 3.5 പവന്റെ മാലയുണ്ടായിരുന്നു. ഇത് പൊട്ടിച്ചു പോകാനായിരുന്നു ശ്രമം. ഇവർ അത് ചെറുത്തു. അതോടുകൂടി ഇയാൾ അവിടെ നിന്ന് കടന്നു പോവുകയാണ് ഉണ്ടായിരുന്നത്. എന്നാലും പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചു വരുന്നുണ്ട്. എൻഫീൽഡിന്റെ ഇന്റർസെപ്റ്ററിലാണ് യുവാവ് എത്തിയതെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നമ്പർ വ്യക്തമായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിച്ചു വരികയാണ്.